Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ള സദ്യക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് സദ്യ സാമ്പാർ. ഞാൻ ഇന്ന് വറുത്തരച്ച സാമ്പാറാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ അകത്തേക്കുള്ള വറവലിന് വേണ്ടിയിട്ട് നെയ്യ് വെച്ചിട്ടാണ് റെഡിയാക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുന്ന സാമ്പാർ പൊടി വെച്ചിട്ടാണ് ഈ വറുത്തരച്ച സാമ്പാർ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം സാമ്പാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുവരപ്പരിപ്പാണ് വേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സാധാരണ വെള്ളം ഒഴിച്ച് കുറച്ചു നേരം ഒന്ന് കുതിർത്ത് വെക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാണ്ട് ഡയറക്റ്റ് പരിപ്പ് കുക്ക് ചെയ്തെടുക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുകയും വേണം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് തന്നെ എടുക്കാം. പക്ഷെ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്, കുമ്പളങ്ങ, മത്തങ്ങ, വഴുതനങ്ങ, ചേന, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാമാണ് ഞാൻ ആദ്യം പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതിന് ശേഷം അവസാനം ആവുമ്പോഴാണ് നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മുരിങ്ങക്കായ് ചേർക്കാം. പക്ഷെ മുരിങ്ങക്കായ് ഈ ഒരു സ്റ്റേജ് ചേർക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് ഉടഞ്ഞു പോയേക്കാം. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇത് ചേർക്കാത്തത്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് വാളം പുളിയാണ്. ഇനി ഈ പുളി ഒരു ചെറിയ നാരങ്ങ കഷ്ണത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ കുറച്ചു നേരം ഒന്ന് കുതിർത്ത് വെക്കാൻ പോവാണ്. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കുതിർത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ വെച്ചാലും മതിയാവും. ഞാനിത് സാധാരണ വെള്ളത്തിൽ തന്നെ വെക്കാറ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കുമ്പോഴേക്കും ഇത് നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തായിരുന്നു. ഇനി ഇതൊന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ പരിപ്പിന്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർക്കാറുണ്ട്, ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പൊന്നും ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോളൂ. ഉപ്പ് പിന്നെ നമുക്ക് ഏത് സ്റ്റേജിലായാലും ചേർക്കാമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് ഒരു ഫുൾ വിസിൽ കേട്ടതിന് ശേഷം ഞാൻ സിമ്മിലാക്കി ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പരിപ്പെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഞാൻ കാണിച്ചില്ലേ, അതെല്ലാം ഞാൻ ചേർക്കുവാണ്. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം കായം. ഇനി കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി കുക്കർ അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിനുള്ള സാമ്പാർ പൊടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മല്ലിയാണ്. ഇത് മുഴുവനായിട്ടുള്ള മല്ലിയാണ്. ഈ മല്ലി നമുക്കൊന്ന് പാനിലിട്ട് വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സ്പൂൺ മല്ലിയാണ് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ കാണിക്കുന്ന ഈ സ്പൂണില്ലേ, ഇതാണ് ഞാൻ മല്ലി എടുത്ത അളവിന്റെ സ്പൂണ്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്ത് റെഡിയാക്കി എടുക്കാം. മല്ലി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നല്ലൊരു മല്ലിയുടെ സ്മെൽ വരികയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കിനി പാനിൽ വാങ്ങാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന കടലപ്പരിപ്പിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും വാങ്ങാം. ഈ അടുത്തായിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ ഈ കടലപ്പരിപ്പും ഉഴുന്നും ചേർക്കുന്നത് ഈ സാമ്പാർ നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഉഴുന്നും വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് വാങ്ങാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഉലുവ ഇപ്പൊ കുറച്ചേ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഈ സാമ്പാറൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചേർക്കുന്നതാണ്. അപ്പൊ അധികം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ ഇത് കഴിച്ചു പോവും. ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ഉലുവയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പാകം. ഇനി ഇതും നമുക്ക് പാനിൽ മാറ്റാം. ഇനി അവസാനമായിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടത് മുളകാണ്. ഞാനിവിടെ ഒരു 7 സാധാരണ മുളക് എടുത്തിട്ടുണ്ട്. അതേസമയം ഒരു 3 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഈ കാശ്മീരി മുളക് കളറിന് വേണ്ടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി മുളകിന്റെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. പക്ഷെ ഇത് മീഡിയം സ്പൈസി ആയിരിക്കും. അപ്പൊ ഇത് തന്നെ മതിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതും ആയതിനു ശേഷം നമുക്കിനി പാനിൽ വാങ്ങാം.
ഇനി അടുത്തായിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാനൊരു 3 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല. ചിലർ ഇതിനകത്ത് എണ്ണയൊക്കെ ചേർക്കുമായിരിക്കും, പക്ഷെ ഞാൻ ഇതിനകത്ത് എണ്ണ ചേർക്കാണ്ടാണ് വറുത്തെടുക്കുന്നത്. നമ്മൾ ഈ സാമ്പാർ തയ്യാറാക്കുമ്പോൾ അധികം തേങ്ങയൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഈ രീതിക്ക് ഒരു 3 സ്പൂൺ തേങ്ങ മാത്രം ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ തേങ്ങ ഒന്ന് പകുതി വഴിക്ക് ആകുമ്പോഴേക്കും ഞാനിവിടെ ഒരു 5 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയുള്ളിയും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഈ ചെറിയുള്ളി ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തേങ്ങ നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് അടുക്കി പിടിച്ചോ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പൊ ഞാൻ വളരെ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുള്ളൂ. നമ്മൾ സാമ്പാർ റെഡി ആയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഞാൻ ചേർക്കും. അതിന്റെ പേരിലാണ് ഞാൻ 1/4 ടീസ്പൂൺ മാത്രമേ ഇപ്പൊ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കുറച്ച് ചൂടാറിയതിനു ശേഷം ഞാൻ മിക്സിയിലിട്ട് കുറച്ച് വെള്ളമൊട്ടൊന്ന് അരച്ചെടുക്കും. ഇപ്പൊ നോക്കിക്കോളൂ, ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചേർത്തിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേസമയം ഇതൊന്നും ഉടഞ്ഞിട്ടും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതായത് ഈ തേങ്ങയുടെ അരപ്പും ഈ കഷ്ണങ്ങളിലേക്ക് ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിനി ഇത് തിളപ്പിക്കാൻ വെക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ കഷ്ണങ്ങളാണ് ചേർക്കാൻ പോകുന്നത്, അതായത് തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങക്ക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഈ കഷ്ണങ്ങളൊക്കെ ചേർക്കുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്ത് ഉടഞ്ഞു പോവില്ല. ഇനിയിപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നന്നായിട്ട് കുറുകാൻ തുടങ്ങും. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിന്റെ പാകമൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ നമ്മൾ സദ്യക്കൊക്കെ കണ്ടിട്ടില്ലേ, അധികം തിക്കാവാത്ത സാമ്പാറാണ് നമുക്ക് കിട്ടാറ്. ഇനി ഇത് ഇറക്കിയതിന് ശേഷം ഒരു കുറുകലുണ്ടാവും. അപ്പൊ അതും കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം അടുപ്പിന്ന് വാങ്ങാനായിട്ട്. ഇനി നോക്കിക്കോളൂ, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കല്ലുപ്പ് ചേർക്കുമ്പോഴാണ് നമ്മുടെ കറികൾക്ക് കുറച്ചും കൂടി രുചി ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സാമ്പാർ എന്തായാലും ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിക്കുമല്ലോ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഉപ്പ് എല്ലാ കഷ്ണത്തിലും പിടിച്ചോളും. ഇനി അടുത്തായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, അതായത് സദ്യ സാമ്പാറിന് കുറച്ചും കൂടി രുചി കിട്ടാനായിട്ട് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ കഷ്ണം ചേർത്തിട്ടുള്ളൂ. ഇനി ഇതും വേണ്ട എന്നുള്ളവർ ഇത് വേണ്ടാന്ന് വെക്കുക. പക്ഷേ സാധാരണ നമ്മൾ സദ്യ സാമ്പാറിന് പൊതുവെ ഒരു ചെറിയ പീസെങ്കിലും ശർക്കര അവർ ചേർക്കാറുണ്ട്. ഇനി പലരും ഈ സാമ്പാറൊക്കെ ചെയ്യുമ്പോഴേക്കും അധികം കഷ്ണങ്ങളൊന്നും ചേർക്കാറില്ല. പക്ഷെ ശരിക്കുള്ള സാമ്പാറിന് നമ്മൾ കഷ്ണങ്ങൾ കുറച്ചെങ്കിലും അധികം ചേർക്കണം. അതായത് ഈ സാമ്പാർ എന്ന് പറഞ്ഞ എല്ലാ വെജിറ്റബിൾസിന്റെ സൂപ്പല്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കഷ്ണങ്ങൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സാമ്പാറിന് അത്രയും രുചി വരില്ല. അപ്പൊ അതിന്റെ പേരിലാണ് നമ്മൾ കുറച്ചധികം കഷ്ണങ്ങൾ ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ഉൾപ്പെടെ 8 കഷ്ണങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ കഷ്ണങ്ങളൊക്കെ ചേർക്കാൻ നോക്കാം. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ സാമ്പാറൊക്കെ നല്ല കടല് പോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ പാകത്തിന് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു കുറുകലുണ്ടാവും. അപ്പൊ അതും കൂടി മനസ്സിൽ കാണുകയും വേണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനുള്ള വറവലും കൂടി റെഡിയാക്കാം. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ താളിച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചേർക്കാറ്, പക്ഷേ നമ്മുടെ സദ്യ സാമ്പാർ റെഡിയാക്കുമ്പോൾ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഈ നെയ്യ് ചേർക്കുമ്പോഴാണ് നമ്മുടെ സദ്യ സാമ്പാർ കുറച്ചും കൂടി രുചി മുന്നിലിട്ട് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു കുറച്ച്, വളരെ ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, അതിലും കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവയൊന്നും അധികം ചേർത്തേക്കരുത്, കാരണം ഇത് കഴിച്ചു പോവും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒറ്റൊരു വറ്റൽമുളക് മാത്രം ചേർത്താൽ മതി, കാരണം ഈ സാമ്പാറിന് അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ എരിവ് മാറ്റം വരുത്തണമെങ്കിൽ അതും ചെയ്യാം. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന താളിപ്പും കൂടി ചേർക്കേണ്ടത്. ഈ താളിപ്പും കൂടി മുഴുവനും ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്കാണ് ഒരു നുള്ളു കായ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് കുക്കർ അപ്പം തന്നെ അടച്ചിടുകയും വേണം. ഇനി വിളമ്പാറാവുമ്പോൾ മാത്രം കുക്കർ തുറന്നാൽ മാത്രം മതി. അപ്പോൾ ഈ രീതിക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനിയിപ്പോൾ വിളമ്പാറാവുമ്പോഴേക്കും നമുക്ക് സാമ്പാർ നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടുമില്ല, അതേസമയം വെള്ളത്തിന്റെ പാകം എല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വറുത്തരച്ച സാമ്പാർ ഇതോടെ റെഡി ആയി കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിനെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം.
നമ്മൾ സാധാരണ താളിപ്പെല്ലാം റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണയിലല്ല ചെയ്യാറ്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ നെയ്യ് കൊണ്ടാണ് താളിച്ചിട്ടേക്കുന്നത്. അപ്പൊ അതിൻ്റെതായ രുചി എന്തായാലും സാമ്പാറിനുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ എൻ്റെ കയ്യിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.